ഹായ് നമസ്കാരം. ടൂൾസ് വെച്ചാൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ സർവീസ് ചെയ്യുന്ന വീഡിയോ ഒന്ന് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ മോട്ടർ കംപ്ലൈൻ്റ് ആയിരിക്കണം. ഇതിൻ്റെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തതെന്ന് വെച്ചാൽ മോട്ടർ മൂളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് മോട്ടർ പോയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ മോട്ടർ റീപ്ലേസ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകും. അപ്പോൾ നേരെ വീഡിയോക്ക് പോകാം. അപ്പോൾ ഇത് അഴിക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ കവറ് ഊരി മാറ്റണമായത് തന്നെ. കവർ ഊരി മാറ്റുക. അതേപോലെ തന്നെ ഈ കാണുന്ന ഡ്രൈനറിൻ്റെ കവറ്, ഈ കാണുന്ന കവറിന് നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് എൻ്റെ സ്ക്രൂ ഇരിക്കുന്നത്. ആ സ്ക്രൂകളൊക്കെ അഴിച്ചിട്ട് അതും ഊരി മാറ്റണം. ഈ കാണുന്ന സ്പിന്നറിൻ്റെ അടിയിലാണ് സീലിരിക്കുന്നത്, വാട്ടർ സീലിരിക്കുന്നത്. അപ്പോൾ ആ വാട്ടർ സീല് കീറിപ്പോയിട്ടുണ്ടാവും, കംപ്ലൈൻ്റ് ആയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കുള്ളൂ വാട്ടർ ലീക്ക് വന്നേക്കണം, വെള്ളം ലീക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിത് അഴിക്കണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് അഴിക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ പാനൽ ബോർഡാണ് അഴിക്കുന്നത്. പാനൽ ബോർഡ് അഴിച്ചാൽ അതിൻ്റെ അടിയിലാണ് സ്ക്രൂകളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ആ സ്ക്രൂകൾ അഴിച്ച് ഈ പാനൽ ബോർഡ് മാറ്റണം. പിന്നെ അഴിക്കേണ്ടത് ഈ കാണുന്ന ഇതാണ്, ടോപ്പ് കവർ അഴിക്കണം. ടോപ്പ് കവർ അഴിക്കണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ലോക്കുകളാണ്. ലോക്കുകൾ പതിയെ നമ്മൾ കുത്തി പൊക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ അടിയിൽ ഓരോ സ്ക്രൂ, ഈ വശം ഒരു സ്ക്രൂ ഉണ്ടാവും, അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂകളൊക്കെ അഴിച്ച് കഴിഞ്ഞാൽ പാനൽ ബോർഡ് ഊരിയെടുക്കും. അതുപോലെ കണ്ട ഈ ഫ്രണ്ട് ടോപ്പ് കവറിൽ ഇതിവിടെയൊക്കെ സ്ക്രൂ കാണും. ഈ ഒരു സ്ക്രൂ ഉണ്ടാവും, ഇതിൻ്റെ അകത്തൊരു സ്ക്രൂ ഉണ്ടാവും. ഈ പാനലിൻ്റെ ഉള്ളിലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് അഴിക്കാനുള്ള വാഷിംഗ് മെഷീൻ. സെമി മോഡലാണ്. ഇത് ബാക്ക് സൈഡിലെ കവർ നമുക്ക് അഴിച്ച് ആദ്യം മാറ്റണം. ഒരു 8 സ്ക്രൂകളിനകത്ത് ഉണ്ടാവും. സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ ടോപ്പ് സൈഡ് പാനലുകൾ ഓരോന്നിനായിട്ട് റിമൂവ് ചെയ്യും, അതായത് ഊരി മാറ്റുക. ഇത് മാറ്റിക്കഴിഞ്ഞ ശേഷം, അതായത് ഊരിനെന്ന് വെച്ചാൽ സ്പിന്നർ ഊരിനോന്നുണ്ടെങ്കിൽ ഈ ടോപ്പ് ഊരി മാറ്റണമെന്നാണ്. ബാക്ക് സൈഡിലെ മോട്ടറിനാണ് കംപ്ലൈൻറ്റ് ഒന്നാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ശ്രദ്ധിച്ചു നോക്കി. വെറുതെ മൂളിക്കൊണ്ടിരിക്കുകയാണ്, അതായത് വൈൻഡിങ് റണ്ണിങ് കോയിൽ പോയേക്കാണ്. അതുകൊണ്ടാണ് അത് കംപ്ലൈൻറ്റ് ആയിരുന്നത്. അപ്പോൾ നമ്മൾ ഈ കവറിനകത്താണ് കംപ്ലീറ്റ് വയറുകൾ ആദ്യം ഊരി മാറ്റും. അപ്പോൾ ടോപ്പ് കവർ ഊരിക്കഴിഞ്ഞാൽ ഇതേപോലെ ഈ കാണുന്ന സീല് കംപ്ലൈൻറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അത് നമ്മൾ പുതിയത് മേടിച്ചിട്ടുണ്ട്. ഈ കാണുന്ന സീല് പൊട്ടിപ്പോയേക്കണം. അപ്പോൾ അത് മാറ്റണതിൻ്റെ ഒപ്പം ഇത് കമ്പനി സീലാണ് വന്നേക്കുന്നത്. കമ്പനി സീൽ പ്രസ്സിങ് മോഡലായിരിക്കുള്ളൂ. പക്ഷേ പുതിയത് വന്നത് ഈ കാണുന്നത് യൂണിവേഴ്സൽ മോഡൽ, അതായത് ത്രെഡായിരിക്കും ഈ സാധനം. ഇത് ത്രെഡ് മോഡലാണ് വന്നത്. സ്പിന്നറുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കണോട്ട്, കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ടൈറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കയറ്റി നോക്കുക. അതേപോലെ തന്നെ ഇടുമ്പോൾ അതിനകത്തൊരു ഇച്ചിരി കൂടെ ഗ്രീസ് തേച്ചിട്ട് വേണം ഇടാനായിട്ട്. സ്പിന്നറിനും ഈ സീലും സ്പിന്നറും തന്നെ ബുഷിൻ്റെ ഇടയിൽ. ഇതിൻ്റെ ത്രെഡ് വന്നത് ഇത് യൂണിവേഴ്സൽ മോഡലാണ്. ഇതിൻ്റെ ത്രെഡ് വന്നത് ഇടത്തോട്ടാണ് ഇത് ത്രെഡ് തന്നെ കേട്ടോ. കമ്പനി വന്ന സീല് അതിൻ്റെ പാക്കിംഗ് ഒക്കെ വന്നത് വേറെ മോഡലാണ് കേട്ടോ. അതായത് പ്രസ്സിങ് മോഡലായിരിക്കും. ഒരു ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ത്രെഡ് മോഡലായിരിക്കുള്ളൂ. ത്രെഡ് വന്നത് ലെഫ്റ്റിലേക്ക് മുറുക്കലാണ് കേട്ടോ, അതായത് റൈറ്റ് സൈഡിലേക്ക്. നോർമൽ റൈറ്റിലേക്ക് മുറിക്കുക, അഴിഞ്ഞ് പോരുള്ളൂ. ഓപ്പോസിറ്റ് ആയിരിക്കുള്ളൂ ഇതിൻ്റെ ത്രെഡ് വന്നേക്കുന്നത്. നമുക്ക് ഫിറ്റ് ചെയ്താലെന്നാ നേരെ ഇതിവിടെ വെക്കുക. വെച്ച് അടിയിൽ അതിൻ്റെ ത്രെഡ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യുമ്പോൾ കൈക്കാണ് ഇപ്പോൾ ഞങ്ങൾ ടൈറ്റ് ചെയ്യണത്. കൈക്ക് ടൈറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരുമാതിരി ആവറേജ് നല്ല ടൈറ്റായിട്ട് ചെയ്യണുണ്ടോ. പശയൊന്നും ഇടണില്ല ഞങ്ങൾ. മുകളിൽ ജസ്റ്റ് ഒരാൾ പിടിക്കുക, അടിയിൽ കൂടി ഇതങ്ങോട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ സീൽ അവിടെ ഫിറ്റാവും. അപ്പോൾ ഇനി നമുക്ക് മോട്ടർ ഫിറ്റ് ചെയ്യാം. മോട്ടർ ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ബ്രേക്കിൽ നമ്മൾ 2 നട്ടുണ്ടാവും. ഒരെണ്ണം സ്പിന്നർമേൽക്ക് വന്നതും അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ ഷാഫ്റ്റ് ഫിറ്റ് ചെയ്യാം. ബ്രേക്കിൻ്റെ ഷാഫ്റ്റ് ആദ്യമേ നമ്മൾ പിടിപ്പിക്കണം. ഇനി നമുക്ക് മോട്ടറിൽ എർത്ത് വയർ അഡ്വാൻസ് പിടിപ്പിക്കണം. അതുപോലെ തന്നെ കയറ്റിനേക്ക് മുമ്പ് നമ്മൾ ഇതിൻ്റെ ബ്രേക്കിൻ്റെ ഇതൊക്കെ കറക്റ്റാണെന്ന് നോക്കണം. അതുപോലെ ബ്രേക്ക് കേബിൾ മറക്കരുത്, കാരണം ബ്രേക്ക് കേബിൾ മറന്നു എല്ലാവരും. അതുപോലെ തന്നെ നമുക്ക് എർത്ത് അഡ്വാൻസ് പിടിപ്പിച്ചേക്കാം. ഇപ്പോൾ തന്നെ എർത്ത് വയർ പിടിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ പൊസിഷൻ ഒപ്പിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറ്റി വെക്കുക. അപ്പം മോട്ടറിൽ നമുക്ക് അകത്തോട്ട് കയറ്റാം കേട്ടോ. അകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ അതിൻ്റെ 3 കാലുണ്ട്. ആ കാല് ജസ്റ്റ് അതിനകത്ത് വെച്ചിട്ട് ലോക്കാണ്, ഞെക്കി കഴിഞ്ഞാൽ ലോക്കായിക്കോളും. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ സ്പിന്നർ മൂളിൽ നിന്ന് ഇങ്ങോട്ട് കയറണം. ഈ ഹോളിലേക്ക് സ്പിന്നർ കയറ്റി വെക്കുക. ഈ സ്പിന്നർ എടുത്ത് വെക്കാൻ പോകും. സ്പിന്നർ നേരെ കയറ്റി, സ്പിന്നർ നമ്മൾ നേരെ കയറ്റി കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ കൂടി അടിപൊളി. സ്പിന്നർ വെറുതെ നമ്മൾ എടുത്ത് വെക്കുക.
ഇനി സ്പിന്നർ നമ്മൾ മുകളിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഇതിനകത്തോട്ട് ഷാർപ്പിലേക്ക് ഇറക്കി കറക്റ്റ് ഇറക്കുമ്പോൾ സംഭവമുണ്ട്. 10 മുകളിൽ പൊക്കിയാണ് ഈ വെട്ട് ഇതിനകത്ത് തന്നെ വേണം. താത്തിക്കോ കണ്ട് അറിയാം. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് വയറുകൾ പിടിപ്പിക്കുന്നത്. വയറുകൾ പിടിപ്പിക്കുന്ന ഇതിനകത്ത് ഇപ്പോൾ പുതിയ എടുക്കുന്നതിനകത്ത് കണക്ടർ ഉണ്ടാവില്ല. ഈ കണക്ടർ ഇതിനകത്ത് തന്നെ പിടിപ്പിക്കുകയാണ്. ഇതിൻ്റെ മോട്ടറിൽ നിന്ന് എഴുതിയിട്ടുണ്ട് കപ്പാസിറ്റർ ഏതാണെന്നും അതുപോലെ തന്നെ കണക്ഷൻ ഏതാണെന്നും. ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇതിനകത്ത് ഒന്ന് കാണിച്ചു തരാം. ഇതിവിടെ എഴുതിയിട്ടുണ്ടാവും കപ്പാസിറ്ററിൻ്റെ കളർ ഏതാണെന്നും അതേപോലെ ന്യൂട്രൽ ഏതാണെന്നും. വയറിങ് എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ടോപ്പ് വെക്കാൻ പറ്റും. വാ ഇതേപോലെ ലോക്കുകളെല്ലാം അകത്ത് വരണം. നമ്മൾ ഇവിടുത്തെ ഇതിൻ്റെ ടോപ്പ് വെക്കണം. ഈ ടോപ്പ് ഇവിടെ വെക്കണേ മുമ്പ് ഇതിനകത്ത് സ്പ്രിങ്ങും ഈ ബാറിനകത്ത് സ്പ്രിങ്ങിൽ കൊള്ളിക്കണം. അപ്പോൾ ഇതിൻ്റെ നീഡിൽസൊക്കെ ഇതിൻ്റെ കറക്റ്റ് ഇതിൽ കൂടെ തന്നെ വീഴണോട്ടോ. അതിന് വലിക്കുള്ള നീഡിൽസ് വന്നത് ഈ ഹോളിൽ കൂടെ താഴേക്ക് പോകണം. ഈ ലോക്കിൽ 2 ഇതും ഇട്ട് കറക്റ്റ് ഇതാവണം ഇതിലാക്കണം. ഇതിടുമ്പോൾ തന്നെ നോക്കണം ഇവിടെ ഓണോ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചുമ്മ കറക്റ്റ് വന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടുമ്പോൾ ഇനി നമുക്ക് ഈ സ്പ്രിങ്ങിനകത്ത് പൊളിച്ച് വയ്ക്കാം. സ്പ്രിങ് പൊളിച്ച് സ്പ്രിങ് അടിക്കുമ്പോൾ ഇങ്ങനെ ഇത് ലോക്കാണ്. ഈ കേബിൾ വന്നേക്കണത് ഇവിടെ ഒരു കേബിൾ വഴി ഒരു ബ്രേക്കിൻ്റെ, അതായത് ക്ലച്ചിങ് ബ്രേക്ക്. ഇത് പൊക്കുമ്പോൾ ഇത് ലോക്ക്, അതായത് ടൈറ്റ് ആവണ കേബിൾ ഒന്ന് പിടിപ്പിക്കണം. ഇതിവിടെ ആ കേബിൾ പിടിപ്പിക്കണം. സാറിൻ്റെ കൂടുതൽ നമ്മൾ ഇവിടുത്തെ ടോപ്പ് കൂടി പിടിപ്പിക്കണം. ഇവിടുത്തെ ടോപ്പ് പിടിപ്പിക്കാനുള്ളത് ടോപ്പ് പാനൽ ഈ കാണുന്ന ടോപ്പ് പാനലാണ് പിടിപ്പിക്കാനുള്ളത്. ഈ കാണുന്ന ടോപ്പ് പാനൽ നേരെ കറക്റ്റ് അതിൻ്റെ പൊസിഷനിലൊക്കെ വെക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇതേപോലുള്ള കേബിളുകൾ ഈ ഹോളിൽ കൂടി പോകണം. അതിൻ്റെ ആ കേബിള് കാര്യങ്ങളൊക്കെ കറക്റ്റായി വരുന്നത്. ബാക്കി ഇവിടെ കറക്റ്റ് നേരെ പൊസിഷനിൽ വെക്കും. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് സംഭവം ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഈ വെട്ടുകളൊക്കെ നേരെ വെക്കി വെക്കും. വെക്കല ഇവിടെ സ്ക്രൂ ഉണ്ട്. ഇവിടെ സ്ക്രൂ ഉണ്ട്. അതിലൂടെ സ്ക്രൂ ഉണ്ട്. അത് കണക്ട് ചെയ്യാം. അപ്പോൾ എല്ലാ കണക്ഷനും രണ്ടാമത് കൊടുക്കരുത്. തിരിഞ്ഞ് വീഴില്ല കേട്ടോ. ഇത് ഈ സ്ലോട്ടുള്ള മോഡലാണ്. അപ്പോൾ തിരിഞ്ഞ് വീഴില്ല. കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ വീഴുള്ളൂ. അതിങ്ങനെ കയറില്ല. ഇത് വെട്ടുണ്ട്. കറക്റ്റ് സ്ലോട്ടിൽ ലോക്ക് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാ പിന്നുകളും ലോക്ക് ചെയ്യുക. പിന്നെ ഓണോ സ്വിച്ച് കളറൊന്നും മാറില്ല. കറക്റ്റായിട്ട് ഓണോ സ്വിച്ച് ലോക്ക് ചെയ്യുക. ഇനി വലെന്ന് പറഞ്ഞാൽ കേബിള് കറക്റ്റ് നേരെ തന്നെ ഇരിക്കണം. ഇത് നമ്മുടെ ഡ്രെയിനിൽ തന്നെയാണ്. ഡ്രെയിനിൽ ഇത് ലോക്ക് ചെയ്യാം. ഇനി നമ്മളത് ഒരു കിറ്റിലാക്കി കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ സർവീസിൻ്റെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പൾസേറ്റർ വർക്ക് ചെയ്യണത് ഈ നെത്തിട്ടാണ് പൾസേറ്റർ വർക്ക്. അപ്പോൾ പൾസേറ്ററിന് നേരെ കംപ്ലൈൻറ്റ് ഉണ്ടായില്ല. പൾസേറ്റർ ഓക്കെയാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടൈമർ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത് ഇതിനായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കുന്നു. ഇതിൻ്റെ സ്പിന്നറാണ് വർക്ക് ചെയ്യായിരുന്നത്. ഇതിൻ്റെ സ്പിന്നറിൽ നമ്മൾ നേരെ ഇടുന്നു. വർക്ക് ചെയ്യണത് കാണാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ഉള്ളിലായിരിക്കുള്ളൂ. വർക്ക് ചെയ്യുന്ന സൗണ്ട് കേൾക്കണം തോന്നും. ഓക്കെ. അപ്പോൾ വേറെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ വർക്കുകൾ നമ്മുടെ കഴിഞ്ഞ്.
അപ്പോൾ ആ വാഷിംഗ് മെഷീൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഞാനവിടെ നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് എല്ലാവർക്കും ബൈ.